അങ്ങനെ നമ്മുടെ പ്രമുഖ സെലിബ്രിറ്റി റീൽസ് താരമായിട്ടുള്ള ഷിംജിത ചേച്ചിയെ പൊക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ സമയങ്ങളായിട്ട് പോലീസ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കായിരുന്നു. ഏകദേശം 30 മണിക്കൂറുകളായിട്ടുള്ള നീണ്ട അന്വേഷണത്തിലായിരുന്നു. ചേച്ചി ചെറുതായിട്ടൊന്ന് ഒളിവിൽ പോയതാണ്. അതിൻ്റെ ഇടയ്ക്ക് ചില ഫേക്ക് മെസ്സേജൊക്കെ എന്താണ് അയച്ചും കൊടുത്തൊക്കെ മാനിപ്പുലേഷൻ ചെയ്യാനായിട്ട് നോക്കി നമ്മുടെ പോലീസുകാർ. അതായത് ഈ പറയുന്ന ഷിംജിത ജോലി ചെയ്തിരുന്ന ദുബായിലെ കരാമിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഷിംജിത പോയിട്ടുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വോയിസ് മെസ്സേജുകളും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ സ്പ്രെഡ് ചെയ്യിപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ തന്നെ അവസാനം ഈ പറയുന്ന വടകരയിലുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് ചേച്ചിനെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും പുള്ളിക്കാരത്തി ഇപ്പം മഞ്ചേരിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ ജാമ്യമില്ലാ കേസ് തന്നെയാണ്. ജാമ്യം എടുക്കാനായിട്ട് ഈ പറയുന്ന കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് ഷിംജിതയുടെ അഭിഭാഷകൻ കുറേ ശ്രമിച്ചെങ്കിൽ തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അവസാനിക്കാതെ ജാമ്യം അനുവദിച്ചിട്ടില്ല. ഈ പറയുന്ന പോലെ മഞ്ചേരി സബ് ജയിലിലേക്ക് ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തുമായിക്കോട്ടെ, എന്തൊക്കെയാണെങ്കിലും പുള്ളിക്കാരത്തിന് പിടിച്ചിട്ടുണ്ട്. ഇപ്പം എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന ദീപക് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും കിട്ടേണ്ടതായിട്ടുള്ള നീതി തീർച്ചയായിട്ടും കിട്ടേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലീസുകാരും അതുപോലെ തന്നെ നമ്മുടെ ഭരണകൂടവും തീർച്ചയായിട്ടും ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ഷിംജിത എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടാവുന്നതിൽ മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ഈ പറയുന്ന പോലെ ഒരു സോഷ്യൽ മീഡിയ ഫെയിമിന് വേണ്ടി മാത്രം ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെയും അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ ഒരു ഫാമിലിക്ക് ആരും പോലും ഇല്ലാതാക്കിയ ഒരു ഞാൻ പറയുന്നില്ല. ഈ ഒരു കേസിൽ ഷിംജിതക്ക് വിധിക്കുന്ന ശിക്ഷ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ ബാഡ്ലി യൂസ് ചെയ്യുന്ന എല്ലാവർക്കുമുള്ളൊരു വാർണിംഗ് ആയിരിക്കണം. ഇത്തരത്തിലൊരു പരിപാടിയുമായിട്ട് ഇനി ഒരാളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് പാടില്ല.